എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ ഒന്നും കിട്ടില്ല. പവർ ആവശ്യത്തിൽ കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടി വി എസ് റീസെൻ്റ്ലി പുറത്തിറക്കിയ ഒരു സ്കൂട്ടറാണ്, ഒരു 150 സെഗ്മെൻറ്റ് സ്കൂട്ടറാണ് എൻടോർക്കിൻ്റെ ഏറ്റവും റിഫ്രഷ് മോഡലായിട്ട് എൻടോർക്ക് 150. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ആ പുതിയ എൻടോർക്ക് 150യുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. വണ്ടി നമ്മളടുത്തുണ്ട്, വണ്ടിയുടെ ഓണർ ബിബിൻ ബ്രോയും നമ്മളടുത്തുണ്ട്. അപ്പോൾ ഈ വണ്ടി 150 സ്കൂട്ടർ സെഗ്മെൻറ്റ്സിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള മോഡലാണ് ഈ വണ്ടി പറയപ്പെടുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഈ വണ്ടിയുടെ റിവ്യൂ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ ബിബിൻ ബ്രോയിൽ നിന്ന് നോക്കാം. ബ്രോ, ഗുഡ് മോർണിംഗ്. അല്ല, ഉച്ചയായി, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ സമയം. അപ്പോൾ നമ്മുടെ ഈ എൻടോർക്കിൻ്റെ 150 പുതിയ ഈ വണ്ടിയുടെ എടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് അറിയാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പക്ഷേ അതിന് മുന്നേ ബിബിൻ എന്നുള്ള പേര് ഞാൻ പറഞ്ഞു, ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താണ് പരിപാടി എന്നൊക്കെയുള്ള കാര്യം, എവിടെയാണ് സ്ഥലം? ഓക്കെ, എൻ്റെ സ്ഥലം മരിയനാടാണ്. ഞാൻ കടലിൽ പണിക്ക് പോകുന്നു. വീട്ടിലാരെ കണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, രണ്ടനിയന്മാരുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ 150 എൻടോർക്ക് 150, ഓക്കെ, ഈ വണ്ടിയുടെ നെഗറ്റീവും പോസിറ്റീവും വശങ്ങളാണ് മെയിനായിട്ട് നമുക്ക് അറിയാനുള്ളത്. പക്ഷേ അതിന് മുന്നേ ഞാൻ ചോദിക്കാനുള്ളത്, നമ്മുടെ 150 ഈ ഒരു പുതിയ മോഡലോട്ട് വരാനുള്ള കാര്യം എന്തായിരുന്നു? ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം? ഈ ഒരു വണ്ടി എടുക്കാൻ എൻ്റെ ആദ്യം വരുന്ന ഒരു എൻടോർക്ക് തന്നെയായിരുന്നു, ഇതിൻ്റെ പഴയ മോഡൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇത് എടുത്തത്. ആ വണ്ടി എന്ത് ചെയ്തു? ആ വണ്ടി ഒത്തിരി വഴക്കായി, അങ്ങനെ അത് കൊടുത്തു. അത് കൊടുത്തിട്ടാണ് ഇതെടുത്തത്. ഇത് ആക്ച്വലി ഇതിന്റെ ഒരു പരസ്യമൊക്കെ കണ്ട് ഇത് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നാണോ? ഒരു വണ്ടി എടുക്കാനുള്ള ഒരു നാച്ചുറൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ശരി. പക്ഷെ അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി ആവട്ടെ, പുതിയ 150 ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്തത് നമ്മളെ കരമനയാണ്. കതിർ ടി വി. ശരി, ഓക്കെ. അപ്പം ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് എത്ര നാളായി? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1.5 മാസത്തോളമായി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പോൾ 1300 കിലോമീറ്റർ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഓക്കെ. അതും നമ്മുടെ കരമന തന്നെ സർവീസ്? അല്ലല്ല, ഞാൻ കഴക്കൂട്ടത്താണ് സർവീസ് ചെയ്തത്. സബ് ബ്രാഞ്ചിലാണ്. ഓക്കെ. അപ്പോൾ അറിയാലോ, 150 സെഗ്മെന്റ്സ് വണ്ടികളിൽ, സ്കൂട്ടേഴ്സിലെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വണ്ടി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്തിട്ട് ബിബിൻ ബ്രോയ്ക്ക് ഇതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കൈവിട്ട് പോയാൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒന്നല്ല, അതിൽ നല്ല പവർ ഉണ്ട് വണ്ടി. പക്ഷേ കുഴപ്പമില്ല, മൈലേജും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട്, കിട്ടുന്നുണ്ട്. ഇപ്പം ടോപ്പ് സ്പീഡ് ഏത് റേഞ്ച് വരെ കയറിയിട്ടുണ്ട്? 110 വരെ കയറിയിട്ടുണ്ട്. 110 വരെ കയറിയിട്ടുണ്ട്. ഏത് ക്യാമറ ഉള്ള സ്ഥലത്താണ് കയറിയത്? ക്യാമറ ഇല്ലാത്ത സ്ഥലത്താണ് കയറിയത്. അതിവിടെ ഇടയ്ക്ക് വയനാട്ടോട്ടുള്ള ഷോ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ. ഹെൽമെറ്റ് വെക്കാറുണ്ടോ? ഹെൽമെറ്റ് ഒക്കെ വെക്കാറുണ്ട്. വിംബ്രോ, നമുക്കിപ്പം ഷാക്കൻ്റെ വന്നല്ലേ കാര്യം പറയാം. വിംബ്രോ, അപ്പം ഫസ്റ്റ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ടുള്ള ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, നല്ല വശങ്ങൾ നോക്കാം. എടുത്തിട്ട് ഈ വണ്ടി എടുത്തതിൽ ഇത്ര കാര്യങ്ങൾ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ബ്രേക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിടിച്ചെടുത്ത് നമ്മൾ എത്ര സ്പീഡിൽ പോയാലും പിടിച്ച് അവിടെ നിൽക്കും കറക്റ്റായിട്ട്. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഓക്കെ. വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ചെറിയ കട്ടറിലൊക്കെ പോകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റില്ല, ബാക്കിൽ ആരെങ്കിലും ഇരുന്നാലും നമ്മൾ ഓടിച്ചാലും നമുക്ക് അറിയാൻ പറ്റില്ല. നല്ല കൂളായിട്ട് തന്നെ പോകുന്നു. ഓക്കെ. അപ്പോൾ വണ്ടിയുടെ ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സസ്പെൻഷനൊക്കെ ഓക്കെയാണ്. നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി, നൈറ്റ് ഒക്കെ റൈഡ് ചെയ്യുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ട് പ്രകാശം? പവർ ആവശ്യത്തിൽ കൂടുതലാണ്. നൈറ്റ് റൈഡ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ? നൈറ്റ് റൈഡ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ലോങ് വല്ലതും പോയായിരുന്നു വണ്ടി എടുത്തിട്ട്? ലോങ് അത്രയ്ക്ക് ലോങ് പോയിട്ടില്ല. അത്യാവശ്യം അടുത്തൊക്കെ പോയിട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു മൈലേജ് ഒക്കെ കുഴപ്പമില്ല ഉണ്ടെന്ന്. കറക്റ്റ് മൈലേജ് എത്ര നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം മൈലേജ് ഉണ്ട്. നമ്മൾ നേരത്തെ വണ്ടി ഓടിച്ചോണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നേരത്തെ ഓടിച്ചോണ്ടെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാൽക്കുലേഷനിൽ തന്നെ ഫ്യൂൽ അടിക്കുന്നു. എന്നാലും പക്കയായിട്ട് നോക്കിയിട്ടില്ല. എത്രയാണെന്ന് നോക്കിയിട്ടില്ല. എന്നാലും ഒരു 40-45 കിട്ടുന്നുണ്ട്. ഓക്കെ. വീണ്ടും ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം അധികമൊന്നും ഓടിയിട്ടില്ല, ഒരു ഓട്ടം ഓടിയ വണ്ടിയാണ്. എങ്കിലും നെഗറ്റീവായിട്ട് ഈ വണ്ടിയിൽ എന്തെങ്കിലും ഇന്ന കാര്യങ്ങൾ എന്തെങ്കിലും മാറിയോ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് ഫീൽ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു മോഡൽ തന്നെ അത് ശരിയായില്ല. ഒരു വാല് പോലെ ഇരിക്കുന്നത്, ചെവി പോലെ ഇരിക്കുന്നത്. അതൊന്നും അല്ല, വേറെ ഒരു കുഴപ്പമില്ല. വണ്ടിയുടെ പെർഫോമൻസിലും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയായി ഫസ്റ്റ് സർവീസിന് ചാർജ്? 550.
550. അതായത് ഓയിൽ മാറിയതിൻ്റെ എമൗണ്ട്. ഓയിൽ മാറിയിട്ട് ഇത് അവർ വാട്ടർ സർവീസ് ഫ്രീ അല്ലേ? ഫ്രീ ആണ്. അപ്പോൾ ഓയിലിന്റെ പൈസ മാത്രമേ തന്നെ മേടിച്ചിട്ടുള്ളൂ. കഴക്കൂടം ഷോറൂമിലാണ് ചെയ്തത്. എടാ, ഇപ്പം നമ്മുടെ പഴയ എൻടോർക്കിന്റെ വണ്ടിയാണ് ഉണ്ടായിരുന്നത്, അത് കൊടുത്തിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കിലോമീറ്റർ ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ വണ്ടിയുടെ ഒരു റൈഡിങ് പൊസിഷൻ ഉണ്ടല്ലോ, നേരത്തെ വണ്ടി ഓടിച്ചുകൊണ്ട ആ ഒരു രീതിയും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? കാരണം വെച്ചാൽ അത് കുറച്ച് വലുതായിട്ട് തോന്നുന്നു, ഇത് ചെറുതായിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം? അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് ഇത്തിരി ഹാൻഡിലൊക്കെ ഇത്തിരി ബൈക്ക് മോഡലാണ് സംഭവം. അതെ, നാക്കിഡ് വെർഷൻ ടൈപ്പാണ്. ബൈക്ക് മോഡലാണ്. ഓടിക്കുമ്പോൾ നല്ല അതിനേക്കാളും നല്ല കംഫർട്ടാണ് ഇത്. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫീൽ ആയിട്ടുള്ള പഴയ എൻടോർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതുപോലെ ഫീൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ വീണ്ടും തോന്നിയിട്ടുണ്ട്. ചെറുതായിട്ട് ഹൈറ്റ് ഉണ്ട്. ഇത് ഹൈറ്റ് കുറവായിട്ടാണ് കൂടുതലായിട്ടുണ്ട്. ഒത്തിരി ഹൈറ്റ് കൂടുതലാണ് ഇത്. പഴയ വണ്ടി ഓടിക്കുന്ന രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. ഹാൻഡിലിന്റെ പൊസിഷൻ നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സെറ്റപ്പും കൂടെ ആകുമ്പോഴത്തേക്കും സംഭവം നമ്മൾ അതിലിരിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ഒതുങ്ങിയിരിക്കുന്ന പോലെ, ഇതിലിരിക്കുമ്പോഴത്തേക്കും ഒരു ബൈക്കിലിരിക്കുന്ന ഒരു മോഡൽ അങ്ങനെ ബൈക്കിൽ ഫീൽ ഉണ്ട്. കുറച്ച് മുന്നേ പറപ്പിച്ചോണ്ടിരുന്നത് റോഡ് വഴി. അങ്ങനെയല്ല, വണ്ടി അത്യാവശ്യം ഓട്ടിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, അത്രയാ. കടപ്പുറം പണിക്കാണ് ഞാൻ കടൽ പണിക്കാണ് പോണേ. നിങ്ങൾ ഈ ഏരിയയിലുള്ള മിക്ക ആൾക്കാരും കൂടുതൽ ആ പണിക്കാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഈ വണ്ടി അധികമൊന്നുമില്ല, എനിക്കൊന്ന് വിപിൻപുറയ്ക്ക് മാത്രമേ. ഇല്ല, എൻ്റെ അനിയനും കൂടെ എടുത്തിട്ടുണ്ട് ഈ വണ്ടി എടുത്തു. അനിയൻ പറയുമ്പോൾ എൻ്റെ സ്വന്തം അനിയൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കാണി വണ്ടി ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഷോ ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ? കാരണം ഞാനിപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് പള്ളിയൊക്കെ വിട്ട് ആളുകൾ നമ്മൾ ഈ വണ്ടി വഴിയിരുന്നപ്പം ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു. ആളുകൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ആരെയും വന്ന് ഈ വണ്ടിയുടെ വില എത്രയാണ്, മൈലേജ് എങ്ങനെ, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. കുറേ ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വണ്ടി എത്രയാണ് ബ്രോ, എങ്ങനെ മൈലേജ് കിട്ടുന്നത്, ഓട്ടിക്ക് എങ്ങനെ കംഫർട്ടാണ്? ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെ ആണെങ്കിൽ ഓട്ടിച്ച് നോക്കി അങ്ങനെ കൊടുക്കും. അത് ചുമ്മാ പറഞ്ഞോ, ഓടിച്ചാൽ കൊടുക്കുന്നില്ല, ചുമ്മാ എല്ലാം കൊടുക്കും. ശരി. അപ്പോൾ ഇതിപ്പം ഫിനാൻസിൻ്റെ അടുത്താണോ അതോ? ഫിനാൻസിന് എടുത്ത് 40,000 രൂപ കൊടുത്തിട്ട് ബാക്കി ഫിനാൻസ്. ഡൗൺ പേയ്മെന്റ് 40 അടച്ചു, ബാക്കി എത്ര EMI എത്ര വരുന്നത്? EMI എനിക്ക് 4 വർഷത്തിനാണ് 3,400 സംതിങ് രൂപ. പ്രൈവറ്റ് ഫിനാൻസ് ആണ്? ബാങ്ക് ഫിനാൻസ്? ബാങ്ക് ഫിനാൻസ് ആണ്. ഓക്കെ. അത് നമ്മൾ ഒരു വർഷത്തിനകത്ത് നമ്മളത് കംപ്ലീറ്റ് ആക്കും, അടച്ച്. ചിലപ്പോൾ നേരത്തെ അടച്ച് ക്ലോസ് ചെയ്യാം. ഇല്ല, ഒരു വർഷം അവർ പറഞ്ഞു 1 വർഷം വരെ അടയ്ക്കാൻ പറ്റുള്ളൂ, അതിന് മുമ്പ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. 1 വർഷം നീ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ലോസ് ചെയ്താൽ മതി, അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ എൻടോർക്ക് 150 ഏറ്റവും പുതിയ എൻടോർക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ്, വളരെ ഷോർട്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് എടുത്തത് വിപിൻ ബ്രോയിൽ നിന്നും. അപ്പോൾ പുള്ളിക്കാരൻ്റെ റിവ്യൂ കേട്ടാൽ മനസ്സിലായി കാണാം, പക്ക പോസിറ്റീവാണ് പുള്ളിക്കാരി വണ്ടി എടുത്തിട്ട്. അതിൻ്റെ പെർഫോമൻസിലും അതിൻ്റെ ബ്രേക്കിംഗ് എല്ലാ രീതിയിലും അങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും തന്നെ പുള്ളിക്കാരന് ഇതുവരെ ഇല്ല. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും. നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഞാൻ വീണ്ടും ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഓക്കെ. ഈ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ വണ്ടിയിൽ മൊബൈൽ കണക്ഷനൊക്കെ ഉണ്ടല്ലോ? ഉണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് കണക്ഷൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ മൊബൈലായിട്ട്? ഇല്ല, കണക്ട് ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഈ വണ്ടിയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ കൊള്ളാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നി? എന്തെങ്കിലും മാറ്റം വരണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇത് മാത്രം തന്നെ. ബാക്കിയെല്ലാം ഓക്കെയാണ് വണ്ടി, ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, വണ്ടി പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ആളെ നീ പുതിയ വണ്ടിയൊക്കെ ഇറക്കി, അങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരും. അല്ല, എന്താ വെച്ചാൽ ഞാൻ വീണ്ടും ചോദിക്കാൻ കാരണം, വിപിൻ ബ്രോ ഇതിപ്പം ഈ എൻടോർക്കിന്റെ ഈ പുതിയ മോഡൽ എടുത്തെങ്കിലും ഇതിന് തൊട്ട് മുമ്പുള്ള വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ആ വണ്ടിയുടെ പെർഫോമൻസിൽ നിന്നും ഇതിലോട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും ചോദിച്ചത്. പിന്നെ എന്തെങ്കിലും മാറ്റം ഞാൻ ആ ഒരു ഇത് ആയതുകൊണ്ട് അതിനെടുത്ത് എൻ്റെ ഇരുന്ന ആദ്യം പഴയ എൻടോർക്കായിരുന്നു, അതിനുശേഷം തന്നെയാണ് ഇത് എടുത്തത്. സാറ്റിസ്ഫൈഡ് ആയിരുന്നു? ഇഷ്ടമായി? അത് ഇഷ്ടമായിരുന്നു. പവറല്ലേ എൻടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. എൻ്റെ അനിയനും കൂടെ എടുത്ത്, അനിയനും കൂടെ ഇതിൻ്റെ ക്ലിപ്പ് വെച്ച് എടുത്ത് ഞാൻ പോയിട്ട് തന്നെ എടുത്തു കൊടുത്തത് രണ്ടാമത്തെ വണ്ടി. നമ്മുടെ ഇപ്പൊ മിററിന്റെ വിസിബിലിറ്റി ഒക്കെ വണ്ടി എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ വിപിൻ ബ്രോയിൽ നിന്നും വളരെ ഷോർട്ടായിട്ടുള്ളൊരു കുഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് എടുത്തത്. പുള്ളിക്കാരപ്പം പക്ക സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി എടുത്തിട്ട് കേട്ടോ. കാരണം പൊതുവേ 150 സെഗ്മെൻറ്റ്സിലെ ഏറ്റവും പവർഫുള്ളായ വണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ്റെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും പവർഫുള്ളായിട്ട് വണ്ടിയാണ്. എല്ലാ കാര്യത്തിലും ഒരു പക്ക പ്രീമിയം വണ്ടിയായിട്ട് തന്നെ ഒരു കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ വിപിൻ ബ്രോ, അപ്പോൾ താങ്ക് യു. വിലപ്പെട്ട ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതിലും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.